എടുക്കുന്നുണ്ട്. ഈ ഇൻട്രഡക്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം കാര്യം പിടികിട്ടില്ലേ? ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ആദ്യമായിട്ടൊരു ലേഡീസ് ഒള്ളി ട്രിപ്പ് നടത്തിയതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കസാക്കിസ്ഥാനിലേക്ക് ഒരു യാത്ര ചെയ്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഡ്രീം വേക്സ് ഡിലൈറ്റ്സിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞുറഞ്ഞു കിടക്കുന്ന സ്ഥലത്തൂടെയൊക്കെ ഡിസംബറിൽ യാത്ര ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ യാത്രയ്ക്ക് റെഡിയായി. വളരെ ആഗ്രഹിച്ച് ഞങ്ങൾ നേടിയെടുത്ത ഈ 2-3 ദിവസങ്ങൾ ശരിക്കും മാക്സിമം എൻജോയ് ചെയ്യുക, അതുപോലെ ഒത്തിരി റീൽസൊക്കെ എടുക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രധാന അജണ്ടകൾ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് യാത്രയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങളൊരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് തുടങ്ങി. രാത്രി 8:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഈവനിങ് ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ശരിക്കും നമ്മളിങ്ങനത്തെ ലേഡീസ് ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്കും ഒരു സന്തോഷമാണ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അവർക്ക് അതിനേക്കാട്ടിലും വലിയ സന്തോഷമാണ് അല്ലേ? എന്തായാലും അധികം ട്രാഫിക്കിലൊന്നും പെടാതെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതാ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്ത് എന്തൊരു സന്തോഷം നോക്കിക്കേ. ശരിക്കും നമ്മുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണയല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ അവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെയുള്ളത്. എല്ലാം അതേപോലെയൊക്കെ നടന്നോളും. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. ഈ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നത് ശരിക്കും ഞങ്ങൾക്ക് തന്നെ ഇതൊന്നുകൂടെയൊക്കെ കണ്ട് സന്തോഷിക്കാനാണ്, ഓർമ്മ പുതുക്കാനാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇതുപോലെ ഒരു ട്രിപ്പിനൊക്കെ പോകണം എന്ന് തോന്നുകയും അതുപോലെ സമ്മതം തരാതിരിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ എന്നാൽ നിങ്ങളൊന്ന് പോയി സന്തോഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ തള്ളി വിടുകയാണെങ്കിൽ അതൊക്കെ ശരിക്കും നല്ല കാര്യമല്ലേ? ഏകദേശം 4 മണിക്കൂറത്തെ യാത്രയുണ്ട് കസാക്കിസ്ഥാനിലേക്ക്. ഞങ്ങളവിടെ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ സമയം ഏകദേശം പുലർച്ചെ 2 മണിയായിരിക്കും. അങ്ങ് താഴെ അവ്യക്തമായിട്ട് കാണുന്നത് മഞ്ഞുപാളികളാണെന്ന് തോന്നുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് തണുത്തു തുടങ്ങി. ആഹാ, എന്തൊരു സന്തോഷം, എന്തൊരാശ്വാസം. ഞങ്ങളങ്ങനെ അൽമാത്തിയിൽ കാലുകുത്തി കഴിഞ്ഞു. നല്ല തണുപ്പാണ്. പെട്ടിയൊക്കെ തുറന്ന് എല്ലാവരും അവരവരുടെ വൂളൻ ക്ലോത്തുകളൊക്കെ എടുത്ത് അണിയാൻ തുടങ്ങി. ഇപ്പം ഇനി ആൾക്കാരൊന്നും കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ആ ഒരു പരുവത്തിലായി പലരും. ഞങ്ങൾക്ക് ഈ ടൂർ പാക്കേജ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് അഫ്താഫ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. അതിൻ്റെ മുതലാളി ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട് ഷമീറ. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെയും സെക്യൂരിറ്റിയുടെയും ഒന്നും കാര്യത്തിൽ ഞങ്ങൾ ആരും വറീഡല്ലായിരുന്നു. ഞങ്ങളെ കാത്ത് ഗൈഡ് നേരത്തെ തന്നെ എയർപോർട്ടിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. എയർപോർട്ടിന് പുറത്ത് ഞങ്ങളെ കാത്തു കിടക്കുന്ന ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെ ലഗേജെല്ലാം വലിച്ച് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. മഞ്ഞിൻ്റെ പുറത്തൂടെ ഈ ലഗേജൊക്കെ വലിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മഞ്ഞിൽ മരവിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മരവിച്ചാൽ നല്ല വേദനയാണെന്നുള്ളത് ഞങ്ങൾ ശരിക്കും അന്നേരം അനുഭവിച്ചറിഞ്ഞു. കാരണം അന്ന് എയർപോർട്ടിന് ഇറങ്ങുമ്പോഴേ നമ്മൾ ഗ്ലൗസ് ഒന്നും ധരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ആ തണുപ്പത്ത് അത്രയും നേരം തന്നെ നിന്നപ്പോൾ തന്നെ നമ്മുടെ കൈയൊക്കെ തണുത്ത് മരവിച്ച് വേദന എടുക്കാൻ തുടങ്ങി. എന്തായാലും ബസ്സിൽ എല്ലാം ലോഡ് ചെയ്ത് ഞങ്ങൾ ഹോട്ടലിലേക്ക് യാത്ര പുറപ്പെട്ടു. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ കസാക്കിസ്ഥാൻ. ഹോട്ടലിൻ്റെ പേരും കസാക്കിസ്ഥാൻ തന്നെയാണ് കേട്ടോ. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് അകവും പുറവും എല്ലാം ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെക്കിങ്ങിനായിട്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നേരം വെളുത്തു തുടങ്ങി. ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറി റെസ്റ്റ് എടുക്കാനുള്ള ടൈമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട റൂമാ? സൂപ്പർ. ഹലോ, എക്സ്ക്യൂസ് മീ, ഏതാ റൂം നമ്പർ? 2214. ഞങ്ങളുടെ ഇത് 16. അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമൊക്കെ കണ്ടുപിടിച്ച് സെറ്റിലായി. രാവിലെ എഴുന്നേറ്റ് പുറത്തേട്ട് നോക്കുമ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. എത്ര മനോഹരമായ പ്രദേശം അല്ലേ? അങ്ങനെ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റോടെ ഞങ്ങളുടെ അൽമാത്തിയിലെ 1ാമത്തെ ദിവസം ആരംഭിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. പിക്ക് ചെയ്യാനുള്ള ബസ് ഇതേവരെ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ ആ സമയം കൂടെ ഞങ്ങൾ കുറേ ഫോട്ടോ എടുക്കാനും റീൽസൊക്കെ എടുക്കാനുമായിട്ട് ചിലവഴിച്ചു. 1 2 3 സ്റ്റാർട്ട്. ടക്ക് ടക്ക്. ഈ വട്ടം ചേർത്ത് പിടിക്കണേ. നോക്കേ.
അങ്ങനെ ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് ചിരിച്ച് ഉല്ലസിച്ച് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ഹായ് പറ എല്ലാരും. ഇങ്ങോട്ട് നോക്കിയേ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഷിംബുലാക്ക് എന്ന് പറഞ്ഞ ഒരു സ്കീ റിസോർട്ടിലേക്കാണ്. കസാഖിസ്ഥാനിൽ വരുന്നവരെല്ലാം തന്നെ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ഈ ഷിംബുലാക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അപ്പം നമുക്ക് അൽമാത്തിയിൽ നിന്നും ഏകദേശം 25 കിലോമീറ്ററോളം കേബിൾ കാറിൽ തന്നെയാണ് ട്രാവൽ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് 2 സ്റ്റേഷനുണ്ട്. 2 സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകൾ കണ്ട് പലവിധ ആക്ടിവിറ്റികൾ അവിടെയുണ്ട്. ഈ സ്റ്റേഷനിൽ നിന്നും കുറച്ചുകൂടെ ദൂരം മുകളിലേക്ക് നമുക്ക് ഇനിയും പോകേണ്ടതുണ്ട്. അപ്പം ഉയരം കൂടുന്തോറും തണുപ്പും കൂടുന്നു, മഞ്ഞും കൂടുന്നു. ഇവിടെ മുഴുവനും സ്കീയിങ് നടത്തുന്ന ആൾക്കാരുടെ തിരക്കാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ സ്റ്റേഷനിലെത്തി. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 3500ഓളം മീറ്റർ ഉയരെയാണ്. ചുറ്റോട് ചുറ്റും മഞ്ഞ് കിടക്കുകയാണ്. ഞങ്ങൾ പലരും ആദ്യമായിട്ടാണ് ഇതുപോലെ മഞ്ഞുള്ള പ്രദേശത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഫോട്ടോ എടുക്കുന്നു, മഞ്ഞ് വാരി എറിയുന്നു, കളിക്കുന്നു. ശരിക്കും അതിൻ്റെ ത്രില്ലിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തന്നെ മറന്നുപോയി. അപ്പോൾ സ്ഥിരം നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവ വിശേഷമാണ്, ഒരു സ്പോട്ട് ആരെങ്കിലും ഇത് കണ്ടുപിടിച്ചാൽ അവിടെ എല്ലാവരും നിന്നും ഫോട്ടോ എടുക്കും. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഓരോരോ സ്ഥലത്ത് നിന്ന് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കുകയാണ്, മഞ്ഞ് വാരി കളിക്കുകയാണ്. അവസാനം മനസ്സില്ലാ മനസ്സോടെ അവിടെ ഞങ്ങൾ താഴേക്ക് പുറപ്പെടുകയാണ്. തിരിച്ച് താഴേക്ക് പോകേണ്ടതും കേബിൾ കാറിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ എത്തി. ഇനി ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് കോക് ടോബെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ബസ്സിൽ കലാകാരികളുടെ ഒരു തിരക്കായിരുന്നു, പാട്ടുകാരും ഡാൻസുകാരും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര ഒട്ടും ബോറടിച്ചില്ല ആർക്കും. കോക് ടോബെ എന്ന് പറയുന്നത് അൽമാത്തി സിറ്റിയിൽ തന്നെയുള്ള ഒരു ഉയരം കൂടിയ ഒരു കുന്നിൻ്റെ മുകൾ ഭാഗമാണ്. അവിടെ നല്ല റിക്രിയേഷൻ ഏരിയ ഒക്കെ ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളും റെസ്റ്റോറൻറ്റ്സും ഒക്കെ അവിടെ ഉണ്ട്. അൽമാത്തി സിറ്റിയുടെ നല്ലൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നതും കേബിൾ കാറിലൂടെയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇതുപോലെ ഈ സിറ്റിയുടെ മുകളിൽ കൂടെയുള്ള ഒരു യാത്ര, അത് ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതേവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ വെച്ച് നല്ല ചൂടുള്ള കോഫി, ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ അതുപോലെ തന്നെ സാൻഡ്വിച്ചുകൾ, നമ്മളെ ഷവർമയൊക്കെ പോലെ ഇരിക്കുന്ന സാൻഡ്വിച്ചുകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തു, അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ നിന്ന് ഒരു കുന്നിൻ്റെ പുറമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചുറ്റോട് ചുറ്റും ഇങ്ങനെ മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുന്ന മലനിരകളൊക്കെ കാണാൻ സാധിക്കും. അതെല്ലാം കണ്ട് സന്തോഷമായി അവിടെ നിന്ന് തിരിച്ചു. ഇനി നേരെ പോകുന്നത് ഷോപ്പിങ്ങിനാണ്. മഞ്ഞിൽ പൊതഞ്ഞു കിടക്കുന്ന അൽമാത്തിയിലെ കെട്ടിടങ്ങളുടെയും വീടുകളുടെയും ഒക്കെ മുകളിലൂടെ പിന്നെയും കേബിൾ കാറിൽ ഞങ്ങളുടെ ബസ്സിനടുത്തേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചുപോയി. ഇതാണ് അൽമാത്തിയിലെ ഗ്രീൻ ബസാർ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. പല പല വെറൈറ്റിയിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ കുറേ നേരം അവിടെ ഷോപ്പിംഗ് ഒക്കെ നടത്തി. നേരം ഇരുട്ടി തുടങ്ങി, പക്ഷേ സമയം 4:30 ആയിട്ടുള്ളൂ. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
ഇനി അടുത്ത ദിവസങ്ങളിലെ വിശേഷങ്ങളെല്ലാമായിട്ട് ഉടനെ വരുന്നതായിരിക്കാം. ഒരു മിനിറ്റ്, ആദ്യം ഇൻട്രഡക്ഷനിൽ സിഗരറ്റ് വലിച്ച് സ്റ്റൈലാക്കുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങൾ കണ്ടില്ലേ? അവർ സിഗരറ്റ് വലിക്കുകയല്ലായിരുന്നു കേട്ടോ, ഈ പാവങ്ങൾ ഈ ചോക്ലേറ്റ് കഴിക്കുകയായിരുന്നു. ഈ നഗ്ന സത്യം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.